ഹലോ മോളെ. ആ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. എന്താ മോളെ? ടിവിയില് ഷമ്മ മാഡത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ടിരുന്നോ? ഇല്ല മോളെ. എന്തു പറ്റി ചോദിക്കാൻ? ഒന്നുമില്ല അച്ഛാ. അച്ഛൻ ശരിക്കും എവിടുന്നാ കിട്ടിയ? ഇതെന്താ മോളെ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അച്ഛൻ പറയേ. നിന്നെ കണ്ടു കിട്ടിയത് എവിടുന്നാന്നൊക്കെ അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. പൂജാവിധികൾക്ക് വേണ്ടി അച്ഛൻ കുളിച്ചു കയറുമ്പോ ആ കുളക്കരയിലായിരുന്നു നീ കിടന്നിരുന്നത്. അതല്ല, അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് അവിടെ എങ്ങനെ എത്തിയെന്ന് അച്ഛൻ അന്വേഷിച്ചില്ലേ? അപ്പൊ അച്ഛന് കിട്ടിയ മറുപടി എന്താ? പുഴയിലൊരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ടതുപോലെ ജീവനുള്ളൊരു കുഞ്ഞ് വന്ന് അടിഞ്ഞിരുന്നു എന്ന്. ആ കുഞ്ഞ് തന്നെയാണ് നീ. എന്താ മോളെ, എന്തിനാ ഇതൊക്കെ ചോദിച്ചിട്ട് നീ കരയുന്നേ? ഒന്നുമില്ല അച്ഛാ, ചോദിച്ചൊന്നേ ഉള്ളൂ. ഞാൻ അച്ഛനെ പിന്നെ വിളിച്ചോളാം. മോളെ ഞാൻ അവസാനത്തെ നേരാവണു. ഞാനാണോ കുഞ്ഞ്? എന്തു പറ്റി ദേവേട്ടാ? മോളെ വിളിച്ചിട്ട് അവളെ എനിക്ക് കിട്ടിയത് എവിടുന്നാന്നൊക്കെ ചോദിച്ചു, ഏത് രീതിയിലാന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ എന്തിനാണോ അത് വീണ്ടും ചോദിക്കുന്നത്? അതാ യശോദയെ ഞാനും ആലോചിക്കുന്നത്. ഒരുപാട് തവണ അവളുടെ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്കത് ഹൃദയസ്ഥമാണ്. നല്ല കരച്ചിലായിരുന്നു മോള്. എവിടെ നിന്നാലും അവളുടെ മനസ്സിൽ അനാഥ എന്നുള്ളൊരു വെളിപ്പേരി കിടപ്പുണ്ടാവും. അതിന്റെ വേദന മനസ്സിൽ തികട്ടിയപ്പോ ചോദിച്ചതാവും. അങ്ങനെ ആയിരുന്നാ മതിയായിരുന്നു. ഓരോ പുതിയ ചോദ്യങ്ങളും വല്ലാതെ പേടിപ്പിക്കുകയാണ് യശോദ. അതാരുടെ ഭാഗത്തു നിന്നായാലും തോറ്റവന്റെ പേടിയാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ വരുണിനോട് സംസാരിക്കാം. എന്താ കാര്യമെന്നറിയാലോ. ഇനി അതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കില്ലേ. അവളുടെ മുൻപിൽ നിന്ന് ഓരോ പ്രതിബന്ധങ്ങൾ തട്ടി നീങ്ങുമ്പോ ഇനിയെങ്കിലും അവളൊന്ന് മനസ്സമാധാനത്തോടെ ചിരിക്കുന്നു കരുതും. പക്ഷെ തൊട്ടു പിറകെ എത്തും അടുത്ത പ്രശ്നം. വല്ലാത്തൊരു വിധിയാണ് എന്റെ കുഞ്ഞിന്റെ.